എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 5-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 മാസത്തേതാണ് ഇതിന് മുമ്പ് വിതരണം ചെയ്തത്. ഫെബ്രുവരി മാസത്തിലാണ് ആദ്യ വിതരണം നടന്നത്. പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് പ്രഖ്യാപിച്ച പെൻഷന്റെ അപേക്ഷ ഡിസംബർ 22 മുതലാണ് ആരംഭിച്ചത്. ഇതിനുശേഷം ഫെബ്രുവരി 12-ാം തീയതി മുതൽ ആദ്യ വിതരണം നടന്നു. മാർച്ച് മാസത്തിലാണ് 2ാമത്തെ വിതരണം നടന്നത്. ഇലക്ഷന് മുമ്പ് 3ാമത്തെ ഗഡു ലഭിക്കും എന്ന് പറഞ്ഞത് വരാനാണ് ഇനി പോകുന്നത്. തിങ്കളാഴ്ച മുതൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാനത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഇരട്ടി റേഷൻ 2 മാസത്തെ റേഷൻ വിതരണം ഇന്ന് ഏപ്രിൽ 4-ാം തീയതി മുതൽ ആരംഭിച്ചു. നാളെ ഞായറാഴ്ച അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ വീണ്ടും റേഷൻ വിതരണം സജീവമാകും. സപ്ലൈകോ വഴിയുള്ള വിഷു കിറ്റിന്റെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയാണ് 16 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റ് വാങ്ങാൻ കഴിയുക. 1 കിലോ പഞ്ചസാര, ചെറുപയർ 1/2 കിലോ, വൻപയർ 1/2 കിലോ, കടല 1/2 കിലോ, ശർക്കരപ്പൊടി 1 കിലോ, ശബരി പായസം മിക്സ് പാലട സേമിയ 200, പായസക്കൂട്ട് 50, മിൽവ നെയ്യ് 100 മില്ലി, ശബരി ജീരകം 100, ശബരി കടുക് 100, ശബരി പുട്ടുപൊടി അല്ലെങ്കിൽ അപ്പപ്പൊടി 1 കിലോ, ശബരി ഉപ്പുപൊടി 1 കിലോ, ശബരി ചിക്കൻ മസാല 100 ഗ്രാം, ശബരി ഗരം മസാല 50 ഗ്രാം, ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, ശബരി ഗോൾഡ് ചായപ്പൊടി 250 മില്ലി. ഇത്രയും സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള 1250 രൂപ വില വരുന്ന കിറ്റാണ് 1001 രൂപക്ക് സപ്ലൈകോ വഴി എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഏപ്രിൽ 1-ാം തീയതി മുതൽ വിതരണം ചെയ്യുക. 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള വിഷു കിറ്റ്. അതേ സപ്ലൈകോ വിഷു കൈനീട്ടം എന്ന പേരിൽ 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 101 രൂപയുടെ വിഷു കൈനീട്ട കൂപ്പൺ റെഡീം ചെയ്യാവുന്നതാണ്. ഇതിന്റെ കാലാവധി ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെ ഉണ്ടാകും. സപ്ലൈകോയുടെ മെഡിക്കൽ സ്റ്റോറുകൾ, പെട്രോൾ പമ്പുകൾ ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും 101 രൂപയുടെ ഇളവ് ഇതിലൂടെ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ 13 ഇനം സബ്സിഡി സാധനങ്ങൾ 20 കിലോ അരി 25 രൂപ നിരക്കിൽ എല്ലാം റേഷൻ കടകളിൽ സപ്ലൈകോയിലൂടെ ലഭിക്കുന്നതാണ്. റേഷൻ കടകളിലൂടെ ഈ മാസം അടുത്ത മാസത്തെ റേഷൻ കൂടി ഒരുമിച്ച് വാങ്ങാവുന്നതാണ്. ഈ മാസം വാങ്ങണമെന്ന് നിർബന്ധമില്ല. മെയ് 30-ന് മുമ്പ് ഇത് വാങ്ങിയാൽ മതി. 60 കിലോ അരിയാണ് മഞ്ഞ റേഷൻ കാർഡിനുള്ളത്. ഓരോ വ്യക്തിക്കും 10 കിലോ ഭക്ഷ്യധാന്യം, അരി 8 കിലോയും 2 കിലോ ഗോതമ്പുമാണ് പിങ്ക് റേഷൻ കാർഡിനുള്ളത്. നീല റേഷൻ കാർഡിലെ വ്യക്തികൾക്ക് 4 കിലോ വീതം അരിയാണുള്ളത്. വെള്ള റേഷൻ കാർഡിന് ആകെ 10 കിലോ അരിയാണുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു. അതിൻ്റെയൊക്കെ വിതരണമാണ് ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ളത്. നാളെ ഞായറാഴ്ച അവധിക്ക് ശേഷം തിങ്കളാഴ്ച മുതൽ വീണ്ടും സജീവമാകുന്നതാണ്. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചു. കയ്യിലെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ കാത്തിരുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 30-ാം തീയതി എത്തിയിരുന്നു. കയ്യിൽ പെൻഷൻ വിതരണം കാത്തിരിക്കുന്ന ആളുകൾക്ക് സംസ്ഥാനത്തെ ട്രഷറി മുഖാന്തരം പണം സർവീസ് സഹകരണങ്ങളിലേക്ക് മാറിക്കിട്ടാനെടുത്ത കാലതാമസം കൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ട്രഷറിയിൽ നിന്നും പണം ലഭിക്കാത്തതിനെ തുടർന്ന് ഇപ്പോഴും വിതരണം ആരംഭിച്ചിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് കൂടുതൽ സ്ഥലങ്ങളിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. ഇന്നൊന്നും ലഭിക്കാത്ത ആളുകൾക്ക് ഇന്ന് ലഭിച്ചു തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നാളെയൊക്കെ ആയിട്ട് ഞായറാഴ്ചയാണെങ്കിൽ പോലും വീടുകളിൽ എത്തിച്ച് വിതരണം ചെയ്യും. അതേസമയം ചില സ്ഥലങ്ങളിൽ ട്രഷറി മുഖാന്തരം പണം മാറിയെടുക്കാൻ ഇപ്പോഴും സർവീസ് സഹകരണ സംഘങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ട്രഷറിയിൽ പണം ആവശ്യത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രയാസം നേരിട്ടിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്ക് തിങ്കളാഴ്ചയായിരിക്കും ആ ഒരു തുക എത്തിച്ചേരുക. തിങ്കളാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് ആ ഒരു തുക അവർ പ്രതീക്ഷിച്ചാൽ മതി. ചൊവ്വാഴ്ചയാണ് സംസ്ഥാനത്ത് നിയമസഭാ ഇലക്ഷന്റെ കൊട്ടിക്കലാശം വരുന്നത്. ബുധനാഴ്ച നിശബ്ദ പ്രചരണവും വ്യാഴാഴ്ച വോട്ടെടുപ്പുമാണ്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ തുക എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 4000 രൂപയാണ് ഇലക്ഷനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തെ പെൻഷൻ മനഃപൂർവ്വം ഇത് ഒരുമിച്ച് നൽകാൻ വേണ്ടി വൈകിക്കുകയായിരുന്നു. ഇത് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയത്. ഇതുമൂലം ജീവിക്കുന്ന നിരവധി പേരുണ്ട്. പറ്റുകടകളിൽ പറ്റ് അടയ്ക്കാനും മരുന്ന് വാങ്ങാനും ഈ ഒരു സഹായം ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ ഒരു ഇലക്ഷൻ ഗിമ്മിക്ക് കാരണം വലിയ പ്രയാസം നേരിട്ടു എന്നുള്ളത് വാസ്തവവുമാണ്. ആ 25-ാം തീയതി
വിതരണം ചെയ്യും എന്ന് പറഞ്ഞ മാർച്ച് മാസത്തേതെങ്കിലും വിതരണം അന്ന് നടന്നിരിക്കുകയാണ് എങ്കിൽ 4000 രൂപ ഒരുമിച്ച് കിട്ടിയില്ല എങ്കിൽ പോലും അത് അവർക്ക് വലിയ ആശ്വാസമായേനെ. ഇതല്ലാതെ മറ്റു വരുമാനങ്ങളില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്തുള്ളത്. 18 മാസത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരുമിച്ച് നൽകും എന്ന് പറഞ്ഞ് അത് ഇതുവരെ സംസ്ഥാന സർക്കാരിന് നൽകാനായിട്ടില്ല. 6 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അവർക്ക് പെൻഷൻ 1600 തന്നെയാണ് ലഭിക്കുന്നത്. 400 രൂപ അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. 2000 രൂപ എല്ലാവർക്കും പെൻഷൻ ലഭിക്കുമ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 1600-ൽ അത് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത് സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അവർക്ക് ലഭിക്കാനുള്ള 30,000 രൂപയോളം ഉള്ളതിൽ വെറും 9,600 രൂപ മാത്രമാണ് ഈ ഒരു സമയത്ത് ലഭിച്ചത്. അത് തന്നെ ചില ആളുകൾക്ക് 3 മാസത്തെ 4 മാസത്തെ എന്നിങ്ങനെയൊക്കെയാണ് ഇപ്പോഴും എത്തിച്ചേർന്നിട്ടുള്ളത്. ബാക്കി തുക എന്ന് നൽകും എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തത ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ അതിൽ നിന്നും മാറുമോ എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ 10 വർഷം മുമ്പ് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ലാഭമുണ്ടായിരുന്ന ബോർഡായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്. ആയിരക്കണക്കിന് കോടി രൂപ ഇതിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത്. പെൻഷൻ മാത്രമല്ല, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്കുള്ള ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സംസ്ഥാനത്ത് 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു മുന്നണികളും പ്രകടന പത്രിക ഇറക്കിയിരുന്നു. ഇതിൽ രണ്ട് മുന്നണികളും വലിയ വാഗ്ദാനങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വാഗ്ദാനം നടത്തി കുടുംബത്തിനുള്ള ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ്. ഇരു മുന്നണികളും വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രഖ്യാപനങ്ങളിൽ ഒന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ്. പ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞ 5 പ്രധാന പദ്ധതികളിൽ ഒന്നാണ്. ഇത് വളരെയധികം പ്രതീക്ഷ നൽകുന്നതു തന്നെയാണ്. അതായത് നിലവിൽ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ ഉണ്ട് എങ്കിലും പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്കാണ് 5 ലക്ഷം രൂപയുടെ നിലവിലുള്ള പദ്ധതി സഹായം ലഭിക്കുന്നത്. എന്നാൽ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പുതുതായി ഇതിലേക്ക് ആളുകൾക്ക് ചേരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടുള്ള ആദര സൂചകമായിട്ട് ഈ പദ്ധതി അദ്ദേഹത്തിൻ്റെ പേര് നൽകിക്കൊണ്ടാണ് UDF നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. പദ്ധതിയുടെ സവിശേഷതകൾ: ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം പദ്ധതി ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ്. നിലവിലുള്ള പദ്ധതികൾ വഴി 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭിക്കുക. അത് തന്നെ കാസ്പ് കാരുണ്യ പദ്ധതികളിൽ അംഗമായവർക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമായവർക്ക് മാത്രമാണ്. അല്ലാത്ത ആളുകൾക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി 2 ലക്ഷം രൂപയുടെ സഹായം നിലവിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ 25 ലക്ഷം രൂപയുടെ സഹായം ഒരു കുടുംബത്തിന് ലഭിക്കും എന്നുള്ളത് വളരെയധികം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഉള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് എന്ന് പറയാം. ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് തന്നെയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. കാരണം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജനസമ്പർക്ക പരിപാടികൾ നടത്തിയതിലൂടെ നിരവധി പരാതികൾ കേൾക്കുകയും അതിലൂടെ ധനസഹായങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയതും കാരുണ്യ ലോട്ടറി മുഖാന്തരം പദ്ധതി നടപ്പിലാക്കിയതും ഉമ്മൻചാണ്ടി തന്നെയാണ്. കേരളത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഈ ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരും എന്നതാണ് പ്രധാനപ്പെട്ട വാഗ്ദാനം. അതായത് ആർക്കും ഇതിൽ ചേരാൻ കഴിയും, അല്ലെങ്കിൽ കേരളത്തിൽ ഉള്ള ഒരാളാണ് എങ്കിൽ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് വാഗ്ദാനം. അത് തന്നെയാണ് പദ്ധതിയുടെ ഹൈലൈറ്റ്. ആരും ഇതിൽ നിന്ന് പുറത്താവുകയില്ല. ചില കാരണങ്ങൾ കൊണ്ട് പല ആളുകൾക്കും നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ചികിത്സാ ചിലവുകൾ കാരണം ഒരു കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി വരരുത് എന്ന ലക്ഷ്യമാണ് ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നാമതായി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റ് ഇൻഷുറൻസ് വാഗ്ദാനങ്ങളും UDF പ്രകടന പത്രികയിലുണ്ട്. ഈ ഇൻഷുറൻസിനൊപ്പം തന്നെ ചെറുകിട വ്യാപാരികൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പയും UDF വാഗ്ദാനം ചെയ്യുന്നു. നിലവിൽ കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് വഴി പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭ്യമാകുന്നത്.
ഇതിന് പകരം അല്ലെങ്കിൽ ഇതിനെ വിപുലീകരിച്ച രൂപമായിട്ട് 25 ലക്ഷം രൂപയുടെ പുതിയ പദ്ധതിയാണ് UDF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം ഭരണകക്ഷിയായിട്ടുള്ള LDF തങ്ങളുടെ പ്രകടന പത്രികയിൽ ചികിത്സാ സഹായത്തിന് പരിധി ഇല്ലാതെ ലിമിറ്റ്ലെസ് ചികിത്സ പദ്ധതി നടപ്പിലാക്കുമെന്ന വാഗ്ദാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സർക്കാർ വന്നാലും എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ച് ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അടിത്തറ ഇല്ലാതാകുന്ന ചികിത്സാ ചിലവുകൾക്ക് സർക്കാരിൻ്റെ ഒരു ഗ്യാരണ്ടി എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയവുമാണ്. അത് ഏത് സർക്കാർ വന്നാലും കാര്യക്ഷമമായി നടപ്പിലാക്കുകയും പരമാവധി എല്ലാ ആളുകളെയും അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ